നമസ്കാരം, ഞാൻ ഷിനു സുരേന്ദ്രനാണ്. നമ്മളിന്ന് നിൽക്കുന്നത് മൈജി പാലക്കാട് ഉള്ള മൈജി ഷോറൂമിലാണ്. ഇവിടെ പുതിയൊരു വിവോ V17 Pro എന്നൊരു മൊബൈൽ അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും പറയും ഞാൻ സാംസങ് മാത്രമേ അൺബോക്സ് ചെയ്യുന്നുള്ളൂ, അൺബോക്സ് ചെയ്യുന്നുള്ളൂ എന്ന്. എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വിവോ V17 Proൻ്റെ പുതിയ വിശേഷങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്. ഇത് വേൾഡിൽ തന്നെ ആദ്യത്തെ ഡുവൽ പോപ്പപ്പ് ക്യാമറ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾക്ക് ഇത് പൊട്ടിച്ച് ഓക്കെ, ബോക്സ് വിവോൻ്റെ അടിപൊളി കവറൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. നല്ലൊരു കേസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബുക്ക്ലെറ്റ്സ്, പിന്നെ സിം എജക്ടർ ടൂള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇത് കൊടുക്കുന്നത്. ഫാസ്റ്റ് ചാർജറാണെന്ന് പറയുന്നത്. ഇതാണ് ഇതിന് മൊബൈൽ. ഫോൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ ആയി അതിൽ, എന്നാലും കുഴപ്പമില്ല, നമുക്കത് ഓൺ ചെയ്യാം. അതിപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ജസ്റ്റ് ഒരു ഇത് ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെഡ്ഫോൺ ജാക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ചാർജർ 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ്. ഇതൊക്കെയാണ് ബോക്സിൽ ഇൻക്ലൂഡിങ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇന്ന് വിവോൻ്റെ V17 Pro എന്ന ഫോണിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ക്യാമറ എങ്ങനെയാണ്, എത്ര ക്യാമറ, കുറേ ക്യാമറ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മൈജി ഷോറൂമിലെ മാനേജറായ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. വിഷ്ണു, ഈ ഫോണിൻ്റെ ക്യാമറകൾ നോക്കി കേട്ടോ, ഇഷ്ടം പോലെ, മീൻസ് ഇവിടെ ക്യാമറ മൊത്തം 6 ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോണിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള V17 Pro എന്ന് പറഞ്ഞ മോഡലാണ്. വിവോ ഇന്നാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതലാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വിവോയുടെ തന്നെ ഏറ്റവും പുതിയ മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം തന്നെയാണ്. വേൾഡിലെ ആദ്യത്തെ ഡ്യുവൽ പോപ്പപ്പ് ക്യാമറ. അതായത് നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ 2 ഫ്രണ്ട് ക്യാമറ പൊങ്ങി വരും. നമ്മൾ സാധാരണ എല്ലാ ഫോണിലും കാണുന്നത് ഒരു ക്യാമറ പൊങ്ങി വരുന്ന സിസ്റ്റമാണ് കാണാറ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡിലും, മേജർ ബ്രാൻഡ്സിലെല്ലാം ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് 2 ക്യാമറ പോപ്പപ്പ് ആയി. ഈ 4-5 ക്യാമറകളൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് വരുന്നത് ബാക്കിൽ റിയർ ക്യാമറ, അതായത് ബാക്കിൽ വരുന്നത് 4 ക്യാമറകളാണ് വരുന്നത്. 48 മെഗാപിക്സലിലെ പ്രൈമറി ഷൂട്ടറാണ് വരുന്നത്. അത് സോണിയുടെ സെൻസറാണ്. IMX582 എന്ന് പറഞ്ഞ സെൻസറാണ് ബാക്കിൽ വരുന്നത്. പിന്നെ 13 മെഗാപിക്സലിലെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 8 മെഗാപിക്സലിലെ ടെലിഫോട്ടോ ക്യാമറ, ഒരു 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസർ. ഇങ്ങനെയാണ് ബാക്കിലെ ക്യാമറ സിസ്റ്റം വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 32 മെഗാപിക്സലിൽ ഒരു റെഗുലർ ക്യാമറയും പിന്നെ ഒരു 8 മെഗാപിക്സലിൽ ഒരു അൾട്രാ വൈഡ് ക്യാമറയും. അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ സിസ്റ്റം വരുന്നത്. വേൾഡിലെ ആദ്യത്തെ ഡ്യുവൽ പോപ്പപ്പ് ക്യാമറ ഇതിൽ തന്നെ. അതെ. സൗണ്ട് എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെ. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ഇത് സെൻസേഴ്സ് ആണ് വരുന്നത്. ഫ്ലാഷ് ലൈറ്റും ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും വരും, മൂൺ ലൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് അതെ നമുക്ക് രാത്രി കാലങ്ങളിൽ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് മൂൺ ലൈറ്റ് ഗ്ലോ, അതായത് വിവോ കൊടുക്കുന്ന മാർക്കറ്റിംഗ് ടൈമാണ് മൂൺ ലൈറ്റ് ഗ്ലോ എന്ന്. ഫ്രണ്ട് സെൽഫി ഫ്ലാഷ്, അതാണ് ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ മറ്റേത് നമ്മൾ ഇതിൽ വരുന്ന പോലെ ഒരു സ്ട്രെൻഡിങ് കളറസം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ എന്താണ്, അതിൻ്റെ ഒരു വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസൈൻ ആണോ? മറ്റേ ഇതിൽ വിവോയുടെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അവർ കൊണ്ടുവരുന്ന ഡിസൈൻ യുണീക്ക് ആയിരിക്കും. മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് എപ്പോഴും കൊണ്ടുവരിക. അവരുടെ പുതിയ മോഡൽ വരാൻ പോകുന്നതിന് പോലും ഡിസൈൻ അവർ അത്രയും യുണീക്നെസ് കൊണ്ടുവരുന്ന കമ്പനിയാണ് വിവോ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്നത് 6.44 ഇഞ്ചസിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ലോകത്തിൽ നമുക്കറിയാം, ലോകത്തിൽ ആദ്യമായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ലോഞ്ച് ചെയ്തത് വിവോയാണ്. നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ വരുന്നതിനകത്ത് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്കോട്ട്ലാൻഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കമ്പനീസിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് വരുമ്പോൾ ഇവർ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അതെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ വീഴ്ചകളെല്ലാം കൂടുതലായിട്ട് ഇത് താങ്ങും. അതായത് ഗൊറില്ല ഗ്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രത്യേകത ഈ ഗ്ലാസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗൊറില്ല ഗ്ലാസിനെക്കാട്ട് ചീപ്പറാണ് ചിന്തിക്കരുത്. കാരണം ഇവർക്ക് ചീപ്പറാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 6 കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഫ്രണ്ടിലും കൊടുക്കുന്നത് അതെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഗൊറില്ല ഗ്ലാസ് 6 ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കമ്പനി കൊടുക്കാൻ വലിയ ചിലവ് വരുന്നില്ല. പക്ഷേ
എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രണ്ടിൽ ആ പുതിയൊരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസ്പ്ലേ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് 91.56 ആണ് വരുന്നത്. ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഫുൾ നമുക്ക് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് 0.39 സെക്കൻഡിൽ തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ഫോണിലും നമ്മൾ ആദ്യം തന്നെ തുറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ലോക്കാണ് വരിക. അത് നമ്മൾ 3 തവണ ഫിംഗർ പ്രിന്റ് ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്താൽ മാത്രമേ ഫേസ് ലോക്കിലേക്ക് പോകുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫസ്റ്റ് തന്നെ ഫേസ് ലോക്കിലേക്ക് പോകില്ല. ഈ പോപ്പപ്പ് ക്യാമറയ്ക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലാണ്. അതായത് ക്യാമറ ഓരോ തവണ പൊങ്ങി താഴെന്നുള്ള ഒരു ആവശ്യമില്ല. അതെ അതെ അതെ. ബാറ്ററി ആണെങ്കിലും കുറച്ചും കൂടെ സേവ് ചെയ്യും. പിന്നെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് 4100 mAh ബാറ്ററിയാണ് വരുന്നത്. അത് പുറമേ തന്നെ 18 വാട്ടിന്റെ ടൈപ്പ് സി സ്പീഡ് ചാർജിംഗ് ആണ് വരുന്നത്. കമ്പനി ബോക്സിനകത്ത് തന്നെ ഇതിന്റെ സ്പീഡ് ചാർജർ കൊടുക്കും. നമ്മൾ അൺബോക്സിംഗ് കണ്ടല്ലോ, അതേപോലെ സ്പീഡ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കമ്പനി. താഴെ വരുന്നത് ഒരു ടൈപ്പ് സിയുടെ ഒരു ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സിം ട്രൈ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് ആണോ? ഇല്ല, ഇതിനകത്ത് വരുന്നത് ഡ്യുവൽ സിം കാർഡ്, മെമ്മറി കാർഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല. വരുന്നത് റൈറ്റ് സൈഡ് നമുക്ക് വരുന്നത് ഒരു വോളിയം കൺട്രോൾസും അതുപോലെ തന്നെ പവർ ബട്ടണാണ് റൈറ്റ് സൈഡ് വരുന്നത്. മോൾ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടല്ലോ 32 മെഗാപിക്സലിന്റെ പോപ്പപ്പ് ക്യാമറ, അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക്. ബാക്കി എല്ലാ കമ്പനീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ പോകുമ്പോൾ പല കമ്പനിക്കാരും അത് മറക്കുന്ന കാര്യമാണ്. വിവോ അത് ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു എക്സ്ട്രാ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരു ആക്റ്റീവ് ബട്ടൺ, നമുക്ക് ഓരോ ടാസ്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പ്രീലോഡായിട്ട് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കാം. നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ തുറക്കണം, അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. അതെ 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 അതെ. ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാം. കുറച്ചും കൂടെ യൂസ്ഫുൾ ആണ്. ചില കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വാട്സ്ആപ്പ് വേണം, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും. ചിലവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യം വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ബട്ടൺ നല്ല യൂസ്ഫുൾ ആണ്. ഇതിന്റെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 675 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഗെയിമിംഗ് പ്രൊസസർ ആണെങ്കിൽ 612 എന്ന് പറഞ്ഞ അഡ്രിനോ 612 ആണ് ഗെയിമിംഗ് പ്രൊസസർ വരുന്നത്. നമുക്ക് ഇന്റൻസീവ് ഗെയിം കളിക്കുമ്പോഴും നമുക്ക് മൾട്ടി ടാസ്കിനെല്ലാം കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് വിവോനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ OS, അതിനായി യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ചും കൂടെ സ്മൂത്ത് ആണ്. ബാക്കി എല്ലാ കമ്പനീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആണ്. എന്താ വെച്ചാൽ ഹാങ് ആവുക എന്നുള്ള പ്രശ്നം ഭയങ്കര കുറവായിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവരുടെ എക്കോ സിസ്റ്റം തന്നെ അങ്ങനത്തെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മെമ്മറി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് 8GB റാമും 128GB ഇന്റേണൽ മെമ്മറിയാണ് വരുന്നത്. 8GB DDR4 റാം, 128GB ഇന്റേണൽ മെമ്മറിയാണ് വരുന്നത്. ഡാറ്റാ സേവിങ്ങിനാണെങ്കിൽ ശരി നമുക്ക് ഇന്നഫ് സ്റ്റോറേജ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ, പ്യുവർ ആൻഡ്രോയിഡ് അല്ല. വിവോയുടെ ഞാൻ പറഞ്ഞില്ല, വിവോയുടെ അവരുടെ ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് ഫൺ ടച്ച് ചോയ്സ് എന്നുള്ള വേർഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ വിവോ കൊടുത്തിരിക്കുന്നത് ഫൺ ടച്ച് ചോയ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ വന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 9 തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, പ്രീലോഡർ ആയിട്ട് വരുന്നത്. ഫ്രണ്ട്സ്, ഇത്രയുമാണ് വിവോ V17 പ്രോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തൊട്ടടുത്തൊരു മൈജി ഷോറൂം ഉണ്ട്. അവിടെ പോയി ഡീറ്റെയിൽസ് ഇതിനെക്കാട്ടിയും കുറേ കൂടെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ പോയി കണ്ട് അറിഞ്ഞ് അതിൻ്റെ മീൻസ് അവിടെ ഡെമോ പീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അല്ലേ മൈജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാം എക്സ്പീരിയൻസിൽ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ CMDയുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പുള്ളി വിചാരിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള മൈജി ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫോൺ വന്നു പറഞ്ഞാൽ എന്നെ ഇവിടേക്ക് വിളിച്ച് നമുക്ക് നമ്മുടെ ചാനൽ വിളിച്ചാൽ ഏറ്റവും നന്ദി. തുടർന്നും ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതുവരെ ഞാൻ ഷിനു സുരനാരായണൻ, സൈനിങ് ഓഫ്.